ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭവാനി ഇങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആരെയോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആള് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരിക്കും. മറ്റാരുമല്ല, ഭവാനി ഏൽപ്പിച്ച ഒരു ഗുണ്ടയാണ് കടന്നു വരുന്നത്. അങ്ങനെ ആ ഗുണ്ടയുടെ അടുത്ത് ഭവാനി പഴയ കാല കഥകളൊക്കെ പറയാണ്. സാഗർ മരിക്കാനിടയായ കാരണം കൊണ്ട് തന്നെ ഭവാനിക്ക് സത്യദാസിനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യദാസിൻ്റെ മകളെ കൊല്ലാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ആ ഗുണ്ടയുടെ അടുത്ത് പറയും. ആ സമയത്ത് നമ്മുടെ അച്ചേട്ടൻ ഒരു മരത്തിൻ്റെ പിറകിലിരുന്നുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭവാനി പറയുന്നുണ്ട് മൂന്നാറിൽ നിന്ന് അഭിരാമിയെ തട്ടിക്കൊണ്ട് വന്നതും അവളെ കൊല്ലാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ. ആ സമയത്തൊക്കെ അച്ചേട്ടൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കൂടുതൽ ഇവരെ കമ്പനിയിലുള്ള ഓട്ടങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും അച്ചേട്ടന് കിട്ടിയിരുന്നത്. അങ്ങനെ പെട്ടെന്ന് കമ്പനി പൂട്ടിയതുകൊണ്ട് തന്നെ അച്ചേട്ടന് പണിയൊന്നും ഇല്ലാതായി. അങ്ങനെ ഭവാനിയെ കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് അച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് ജോലിക്കാര്യത്തെക്കുറിച്ചൊക്കെ. എന്തെങ്കിലും ഒരു പണി കിട്ടുമോ മാഡം? കാര്യമായിട്ട് എനിക്ക് ഇവിടെ കമ്പനിയിൽ നിന്നുള്ള ഓട്ടങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പം ഞാനാകെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഭവാനി ആ കുട്ടിയുടെ കാര്യം ഒക്കെ അച്യുതൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവരെ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യമൊന്നും അച്യുതൻ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ. പിന്നീട് അയാളുടെ പ്രാരാബ്ധമൊക്കെ ഭവാനി നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അച്ചേട്ടന് ഇങ്ങനെ ഭവാനിയെ കാണാൻ ചെല്ലാണ് വീട്ടിലേക്ക്. ആ സമയത്ത് ഭവാനി നല്ല ദേഷ്യം പിടിച്ചിട്ട് കുഞ്ഞിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിലും അതൊന്നും കഴിക്കാനും കൂട്ടാക്കുന്നില്ല. അന്നേരമാണ് അച്ചേട്ടൻ അവിടേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അച്ചേട്ടൻ ഭവാനിയുടെ അടുത്ത് പറയാണ്, ഞാൻ ആ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്, കുഞ്ഞ് എവിടെ എന്ന് ചോദിക്കും. ഭവാനിക്ക് അപ്പോഴും ചെറിയൊരു സംശയം പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് ഭവാനി ചോദിക്കുന്നുണ്ട്, കൊല്ലാൻ തന്നെ തീരുമാനിച്ചോ? എങ്കിൽ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അകത്ത് പോയി കുഞ്ഞിനെ എടുത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ അച്ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. അച്ചേട്ടനാണെങ്കിലും ആ സമയത്ത് കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്ന അച്ചേട്ടന് ആ കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ കുഞ്ഞിനെ ലാളിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭവാനിക്ക് ചെറിയൊരു സംശയം വരുന്നുണ്ട്, ഇയാൾ ഈ കുഞ്ഞിനെ കൊല്ലുമോ എന്നുള്ളൊരു സംശയമൊക്കെ വരുന്നുണ്ട്. ഭവാനി അച്ചേട്ടൻ്റെ അടുത്ത് പറയാണ്, കുഞ്ഞിനെ കൊന്നതിന് എനിക്ക് തെളിവ് വേണം, തെളിവ് എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭവാനി കുഞ്ഞിനെ കൊടുക്കുന്നത്. ശരി മാഡം എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് അച്ചേട്ടൻ. ഈ കാര്യങ്ങളൊക്കെ ഗുണ്ടയുടെ അടുത്ത് പറയുന്ന കൂട്ടത്തിൽ അച്ചേട്ടന് അന്ന് ആ കാറ് ആക്സിഡൻ്റ് ആക്കി നമ്മുടെ അഭിരാമിയെ കൊല്ലാൻ ശ്രമിച്ച ആ ഒരു വീഡിയോ ഭവാനിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഗുണ്ടയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് തെളിവായിട്ട്. ഇതാ ഈ കുഞ്ഞിനെ കൊന്ന വീഡിയോ ഇതാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ആണ് തെളിവായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ അച്ചേട്ടൻ മറിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭവാനി ഗുണ്ടയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, അയാളെ ഇന്നലെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു, അയാൾ ഇവിടെ സിറ്റിയിൽ എവിടെ തന്നെ താമസിക്കുന്നു. നേരെ ഗുണ്ട ചോദിക്കുന്നുണ്ട്, ഇനി എന്താ മാഡം ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഭവാനി പറയാണ്, അച്യുതന് എന്തുകൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ മറഞ്ഞു നിൽക്കുന്നത്? അയാൾ എന്നിൽ നിന്ന് എന്തോ ഭയക്കുന്നുണ്ട്. എനിക്കിനി അറിയേണ്ടത് അഭിരാമി ജീവിച്ചിരിപ്പുണ്ടോ, ജീവനോടെ ഉണ്ടോ, അയാൾ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതുപോലെ അച്യുതന് എവിടെയാണ് ഇപ്പോൾ താമസം? അയാൾ സാഗറിൻ്റെ വീട്ടുകാരെ ഒരിക്കലും കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത വിവാഹമൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ താൻ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടയെ ഏൽപ്പിക്കുകയാണ്. ശരി മാഡം ഞാൻ ഏറ്റു എന്നും പറഞ്ഞിട്ട് ജീപ്പ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അജയുടെ വീടാണ്. അവിടെ മുത്തശ്ശി ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സംഗീതയും മാധവനും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവരാണെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് അമ്മ ചോദിക്കും, എന്താ മാധവ ഇത്ര സന്തോഷം, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല അമ്മേ എന്ന് പറയുമ്പം അമ്മ ചോദിക്കും, സംഗീതേ അഞ്ജനയോട് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അമ്മേ, അത് ഞാൻ ആ ഭവാനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്നേരം അമ്മ പറയും, അവളെന്താ നിൻ്റെ വേലക്കാരിയോ? നിൻ്റെ സഹോദരൻ്റെ മകൾ മാത്രമല്ല അഞ്ജന, നിൻ്റെ മരുമകളാവാൻ പോകുന്ന കുട്ടിയും കൂടെ. പറയാം അമ്മേ. അല്ല സത്യനെ കണ്ടില്ല ഇതുവരെ?
ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സംഗീത പറയും. അഞ്ജനയുടെയും അജയുടെയും പരസ്പര സമ്മതത്തോടെ വേണം വിവാഹം നടത്താൻ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താ മാധവ? ആ അതെ അമ്മേ എന്ന് മാധവനും സമ്മതിച്ചു. അതിന് നിനക്ക് എവിടെന്നാ സമയം? ഫയൽ പഠിക്കണം, കമ്പനി പോകണം. എന്നാലോ 24 മണിക്കൂറും നീ ഇവിടെ പോസ്റ്റായിട്ട് ഇരിപ്പുണ്ട് താനും. അക്കാര്യമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സത്യദാസ് അവിടേക്ക് വരുന്നത്. അങ്ങനെ സത്യദാസ് കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി വരികയാണ്. മാധവൻ അമ്മയോട് പറയാണ്, അമ്മേ അജയ് വിവാഹം കഴിഞ്ഞ് അവൻ ഈ പോലീസ് പണി ഉപേക്ഷിക്കട്ടെ. എന്തൊരു റിസ്കി ജോബാണിത്. അവന് കമ്പനിയിൽ വല്ല മാനേജർ പോസ്റ്റ് എന്തെങ്കിലും കൊടുക്കാം. ശരി, അപ്പം നിനക്ക് ഇവിടെ സ്ഥിരം പോസ്റ്റ് ആവാം അല്ലേ എന്ന് പറയുമ്പോൾ സംഗീത ചോദിക്കും, എന്താ ഇത് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യദാസ് അകത്തേക്ക് ഇങ്ങനെ കയറി. സത്യനെ കണ്ടതും മാധവൻ ചോദിക്കുകയാണ്, അളിയൻ പഴയ സിനിമയിലെ പോലെ മാനസമൈനയൊക്കെ പാടി നടക്കുകയാണോ? ഞാൻ മാനസമൈന പാടുന്നതിന് അളിയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം സംഗീതയ്ക്ക് വിഷമവും. അപ്പോൾ സംഗീത പറയും, മാധവേട്ടനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും ഈ കേൾക്കുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സംഗീത എന്ന് പറയും. എന്നിട്ട് സത്യൻ അമ്മയോട് പറയാണ്, ഞാൻ അജയെ കണ്ടിരുന്നു, വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അവന് കുറച്ച് സാവകാശം കൊടുക്കണം. അവന് പെട്ടെന്നൊന്നും വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടുകൊണ്ട് ഭവാനി അവിടേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഭവാനി ചോദിക്കുകയാണ്, സാവകാശം ആർക്കാണ് കൊടുക്കേണ്ടത്? വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കോ അതോ ഉപദേശിക്കോ? എൻ്റെ മകളെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ട സാവകാശമാണോ വേണ്ടത്? അതിൻ്റെ കാര്യമാണോ സംസാരിച്ചത്? അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇങ്ങനെ കുത്തി നോവിക്കരുത് എന്ന്. അപ്പോൾ ഭവാനി പറയാണ്, ഞാൻ അനുഭവിച്ചതിൻ്റെ 1% പോലും വരുന്നില്ലല്ലോ. അന്നേരം അമ്മ പറയാണ്, ദേ ആ വിഷയം ഇപ്പം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അന്നേരം സംഗീത പറയും, ഞാൻ ഇതേ കോഫി ഇടാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഞ്ജന ഇങ്ങനെ കാറിൽ വരുന്ന സീനുകളാണ്. അഞ്ജനയെ ആദ്യമായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അവളുടെ മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഉള്ള സീനുകൾ വരുന്നത്. അവള് പാട്ടൊക്കെ കേട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യനൊക്കെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഓരോ കമ്പനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മാധവനോട് അമ്മ ചോദിക്കുകയാണ്, മാധവ റബ്ബർ തോട്ടവും കയർ ഫാക്ടറിയും ഒക്കെ എങ്ങനെ പോകുന്നു? വലിയ പരിക്കില്ലാതെ പോകുന്ന അമ്മേ? എന്ന് വെച്ചാൽ ചെറിയ പരിക്കുണ്ട് അല്ലേ? അന്നേരം സംഗീത സപ്പോർട്ട് ചെയ്ത് പറയാണ്, അമ്മേ മാധവേട്ടൻ പറഞ്ഞത് റബ്ബറിൻ്റെ വിലയിടിവ് പ്രോഫിറ്റിനെ ബാധിക്കുന്നു എന്നാ. അവനെ എപ്പോഴും സപ്പോർട്ടായിട്ട് നീ കൂടെ ഉണ്ടല്ലോ. സത്യനും പറയും, അമ്മേ അളിയൻ ആക്റ്റീവ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവൻ ആക്റ്റീവ് ആവണ്ട. എപ്പം നോക്കിയാലും ഒരു തണുപ്പും പ്രതികരണമാണ്. പിന്നെ അച്ഛനൊരു കണ്ടീഷൻ എഴുതി വെച്ചിരുന്നല്ലോ അമ്മേ, സ്വത്തുക്കളൊക്കെ ഏത് സമയം വേണമെങ്കിലും അമ്മയ്ക്ക് തിരിച്ചെടുക്കാമെന്ന്. അത് നിൻ്റെ അച്ഛൻ ബുദ്ധിപൂർവ്വം കളിച്ചതാ, എന്നെ നന്നായിട്ട് നോക്കാൻ. എന്നിട്ട് സത്യൻ്റെ അടുത്ത് ചോദിക്കും, സത്യ മൂന്നാറിൽ നിൻ്റെ ഹോട്ടലും റിസോർട്ടൊക്കെ എങ്ങനെ പോകുന്നു? അത് നന്നായിട്ട് പോകുന്നുണ്ടോ മോനെ? അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ മാനേജറുണ്ട്. ഈ മാനേജർമാരൊന്നും ഇക്കാലത്ത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അമ്മയ്ക്കറിയാലോ, സുമിത്ര എല്ലാ 3 മാസം കൂടുമ്പോഴും അവിടെ പോയി താമസിക്കുമായിരുന്നല്ലോ. അവസാനമായിട്ട് അവൾ പോയിരുന്നത് 22 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. കൊണ്ടുപോയ ഡ്രൈവർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ ഇടത്തേക്ക് പോവാൻ എനിക്ക് ധൈര്യമില്ല. അങ്ങനെ അവർ പഴയ കാലത്തേക്കൊക്കെ ഇങ്ങനെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജന അവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അഞ്ജന വരുന്നത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നെ അവൾ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.